ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ പാം ക്രാഫ്റ്റിന് ഒരു ബാക്കപ്പ് ചാനൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാം ക്രാഫ്റ്റ് ഷോർട്സ് ആണ് പേര്. അപ്പോൾ അതിൽ മെയിനായിട്ട് ക്രാഫ്റ്റിൻ്റെയും അതുപോലെ ബോട്ടിൽ ആർട്ടിൻ്റെ ഒക്കെ ഷോർട്ട് വീഡിയോ ആയിരിക്കും കേട്ടോ ഒപ്പം വരിക. പിന്നീട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വരും. അപ്പോൾ ഇതുവരെ കട്ട ചെങ്കാട്ട് നിന്നിട്ടുള്ള ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും ഒന്ന് അവിടെ വന്ന് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമ്മളൊരു ബോട്ടിലാട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം മുസമ്പിയുടെ തൊലിയൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ആദ്യം ഇങ്ങനെ ഒരു ചെറിയ ചെറിയ പെറ്റൽ പോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമ്മളിതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഡ്രൈ ആക്കാൻ വെക്കാനുള്ളതാണ്. അപ്പോൾ ഡ്രൈ ആകുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി ഒന്നിങ്ങനെ ചുരുങ്ങും. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടുള്ള സൈസിൽ നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു 5-6 ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു 2 ദിവസം ഇങ്ങനെ ഡ്രൈ ആക്കാൻ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡ്രൈ ആക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു സൈസൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി ഒരു ലെങ്ത്തിലുള്ളത് നമ്മൾ ഒന്ന് ആദ്യം ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആ ഒരു കനവും ഒക്കെ കുറഞ്ഞിട്ട് ഇങ്ങനെ തിന്നായിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അതൊന്നിങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് നല്ലൊരു പെറ്റലിനെ പോലെ ആക്കിയെടുക്കുകയാണ്. ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ സൈഡിലുള്ള ഷാർപ്പായിട്ടുള്ള ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പംകിൻ്റെ സീഡില്ലേ, അപ്പോൾ അതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു മത്തൻ കുരുവിനെ പോലെ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മത്തൻ്റെ കുരു എടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു തൊലിയുടെ ബാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ കുറച്ചധികം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് നല്ലൊരു മത്തൻ കുരുവിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ സാധാരണ ഇങ്ങനെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ആയാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ ഒരു കട്ടിയുള്ള ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പെറ്റൽസൊക്കെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്യാം, കുറച്ചൊരു ടൈം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ പെറ്റൽസും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഭാഗം അകത്തോട്ടാകുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പെറ്റൽസിൽ നിന്ന് കുറച്ചൊരു വലിയൊരു പെറ്റൽസൊക്കെ നോക്കിയിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു റൗണ്ട് ഷേപ്പിന് ചുറ്റുമായിട്ട് നമ്മളൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുത്തപ്പോൾ നല്ലൊരു ഫ്ലവറിനെ പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ മാത്രം വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലെയറായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടെ. അപ്പോൾ അത് ഞാൻ നേരത്തെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചതിൽ കുറച്ചൊരു ചെറിയ ടൈപ്പ് പെറ്റൽസ് നോക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളത് ഒരു 4-5 എണ്ണം മാത്രം ഒട്ടിച്ചെടുത്താൽ മതി, ആ നടുക്ക് മാത്രമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു 2 ഇതും കൂടെ ചെയ്ത് കൊടുക്കുമ്പോൾ ആയിരിക്കും കുറച്ചുകൂടി നല്ലൊരു ഭംഗി ഉണ്ടാവാം. ഇപ്പം നമ്മൾ 2 ലെയറായിട്ടൊക്കെ ഒട്ടിച്ചെടുത്തിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവർ പോലെ തന്നെ ആയിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ ഒരു തൊലി വെച്ചിട്ട് ചെയ്താണെന്ന് തോന്നുകയില്ല, പംകിൻ്റെ സീഡൊക്കെ വെച്ചിട്ട് ചെയ്ത പോലെ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനൊരു 3-4 ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്തെടുത്തിട്ട് ഇപ്പോൾ കുറേ ആയി, അതാണ് അതിൻ്റെ ഒരു കളറൊക്കെ ഇങ്ങനെ മാറിയിട്ടുള്ളത്. ഞാനിത് മുമ്പ് നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന് പറ്റിയൊരു നല്ലൊരു ബോട്ടിലൊക്കെ കിട്ടാതായപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങ് മറന്നുപോയി അങ്ങനെ ഒരു സംഭവം. പിന്നെ ഞാനിങ്ങനെ കണ്ടപ്പോഴാണ് അത് ഓർത്തത്. ഒരു മാസത്തിലൊക്കെ ഏറെ ഞാനിത് ഡ്രൈ ആക്കി വെച്ചിട്ട്, പക്ഷേ അത് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണങ്ങിപ്പോയിട്ട് ഇങ്ങനെ പൊട്ടിപ്പോവുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ പെറ്റൽസൊക്കെ ഇപ്പോഴും നല്ലൊരു ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഞാനിതൊന്നും ഇങ്ങനെ ഓരോന്നായിട്ട് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ ഗ്രേപ്പ് കളറായിരുന്നു കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുത്തപ്പോൾ എനിക്ക് അത്ര ഒരു ഭംഗി തോന്നിയില്ല. പിന്നെ ഞാനത് അവിടെ ഇട്ടിട്ട് വേറെ ഒന്നിലേക്ക് ഇങ്ങനെ ഒരു ബ്ലൂ കളറാണ് അടിക്കുന്നത്. നമ്മൾ സാധാരണ ഇങ്ങനെ ഞാൻ എന്ത് ഫ്ലവർ ഉണ്ടാക്കുകയാണെങ്കിലും റെഡ് കളറാണ് ചൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ബ്ലൂ പേൾ കളറാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് അടിച്ചപ്പം കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ഞാനപ്പോൾ അങ്ങനെ 2 ഫ്ലവർ ഞാൻ ബ്ലൂ കളർ, പിന്നെ 2 എണ്ണം ഒരു വേറൊരു പ്രത്യേക ഒരു കളറാണ്, റെഡ് ഒരു ഓറഞ്ചൊക്കെ പോലത്തെ ഒരു പേൾ കളറാണ്. അപ്പോൾ അത് വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറൊരു 2 ഷെയ്ഡായിട്ട് തോന്നുന്നു, നമ്മൾ ആദ്യം ആ ഒരു ഗ്രേപ്പ് കളർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ 2 എണ്ണത്തിൽ ഞാൻ അങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ 4 ഫ്ലവേഴ്സ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വേണമെങ്കിലൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതിലൊരു സ്റ്റിക്കറൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ അതിൽ ഒരുപാട് ഇങ്ങനെ പശ ഉണ്ടായിരുന്നു. ഒരു ബെക്കാർഡി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കമ്പനിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിലിങ്ങനെ ആ ഒരു പശ എനിക്ക് എന്ത് ചെയ്തിട്ടും അത് പോകുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിലൊരു ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ലെമൺ യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ജെസ്സോ അപ്ലൈ ചെയ്തിട്ട് പിന്നീട് യെല്ലോ കളർ വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ അല്ലാതെ തന്നെ ഇങ്ങനെ ഒരു കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം അങ്ങനെ സെക്കൻഡ് കോട്ടും കൂടെ ഒന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പൊതുവേ ഇങ്ങനെ ബോട്ടിൽ ആർട്സിലൊക്കെ ഇപ്പോൾ ആദ്യമേ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാണ് കാണിക്കാറ്. അപ്പോൾ ഇങ്ങനെ 1-2 പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി ആ ഒരു ബോട്ടിലിന് പെയിൻറ്റ് അടിക്കുന്ന കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണേ, അപ്പോഴല്ലേ നല്ലൊരു ഭംഗി ഉണ്ടാവുക വീഡിയോനെന്ന് പറഞ്ഞിട്ട്. 2 കോട്ട് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. എന്നാലും നമുക്കത് നല്ലൊരു ഫിനിഷിങ്ങൊന്നും തോന്നുന്നില്ല. കാരണം ഒരു 3 കോട്ടൊക്കെ അടിക്കുമ്പോൾ ആയിരിക്കും കുറച്ചുകൂടി ഒരു ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാവാം. പൊതുവേ ഞാനിപ്പോൾ ഇനാമൽ പെയിൻറ്റ് അടിക്കുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ആ ഒരു ബോട്ടിലിൽ പെയിൻറ്റ് കാണാമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു ആക്രിലിക് പെയിൻറ്റിൻ്റെ
ആ ഒരു എത്രയോ ചെയ്തിട്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങൊരു നീറ്റ് ആവാത്ത പോലെ തോന്നുമായിരുന്നു. പിന്നെ ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ക്രേ പേപ്പർ റോൾ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റെമ്മിന് പകരം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു സ്റ്റോൺ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്ര ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നുക. പിന്നെ ഞാനിങ്ങനെ ഒരു പേൾസ് വെച്ച് ഒട്ടിച്ച് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ ഓരോ പേൾസ് വെച്ച് നോക്കിയിട്ടോ, പക്ഷേ അത് ആ ഒരു വലിയ ഫ്ലവറിൻ്റെ നടുക്ക് ഒരു ഇതില്ലായിരുന്നു, ആകെ ഒരു പേളായപ്പം. പിന്നെ ഞാൻ 3 വെച്ച് ഒട്ടിച്ച് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഇങ്ങനെ പേളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ സീഡൊക്കെ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് ആ ഒരു ബോട്ടിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിൽ 2 കോട്ടൊക്കെ അടിച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ആക്രിലിക് പെയിൻറ്റ് ആകുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആണ്, വേറൊരു ടൈപ്പ് പ്രത്യേക ഒരു ഭംഗിയാണ്. ഇനാമൽ പെയിൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലൈസിംഗ് ഒക്കെ വന്നിട്ട് അതിനും വേറൊരു എഫക്റ്റ് തന്നെയാണ് കാണാനും. പിന്നെ ഞാൻ ഈ ഒരു സ്റ്റെമ്മായിട്ട് എടുത്തിട്ടുള്ളത് ക്രേ പേപ്പറാണ്. അപ്പോൾ ക്രേ പേപ്പർ ഫെവിക്കോളൊന്നും വരെ ഇല്ലാതെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ടിടാം. ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ഇങ്ങനെ ത്രെഡുകളൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഈ ഒരു ക്രേ പേപ്പർ തന്നെ യൂസ് ചെയ്യാം. ക്രേ പേപ്പർ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന സംഭവമാണല്ലോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് ആ ഒരു ബോട്ടിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആദ്യം ആ ഒരു സ്റ്റെമ്മ് ഒരു 2 സ്റ്റെമ്മായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊരു ലെങ്തി ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, ഒരു ഫ്ലവറും കൂടെ ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കപ്പം 4 ഫ്ലവേഴ്സ് ആയതുകൊണ്ട് അപ്പോൾ അത് എവിടെ അങ്ങനെ ഒട്ടിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സ്റ്റെമ്മിൻ്റെ ഭാഗം കട്ട് ചെയ്യാത്തത്. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങ് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു 3 ഫ്ലവേഴ്സ് ഞാനിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഫ്ലവറും കൂടെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുറച്ച് ലീഫും കൂടെ ഒട്ടിച്ചെടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിനനുസരിച്ചിട്ട് ഫ്ലവർ ചെയ്യാമെന്ന്. അപ്പോൾ ലീഫിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് ഓറഞ്ചിൻ്റെ തൊലി തന്നെയാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പംകിൻ്റെ സീഡ് പോലെ തന്നെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാനിങ്ങനെ കുറച്ച് ആ ഒരു ലീവ്സ് ഇങ്ങനെ സ്റ്റെമ്മിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചില ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഏകദേശം ആ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ലീഫൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം കൂടെ ഞാൻ ഒട്ടിക്കുന്നില്ല, കുറച്ച് മാത്രം ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു 4ാമത്തെ ഫ്ലവർ ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ആ ഒരു ഫ്ലവർ ചെയ്യാമെന്നായിരുന്നു. പിന്നെ എനിക്ക് തോന്നി അങ്ങനെ വേണ്ട, ഇങ്ങനെ തന്നെ വെക്കാമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു ലീഫിനൊക്കെ അത്ര അങ്ങനെ പെയിൻ്റ് ഒന്നും അത്ര ക്ലിയർ അല്ല, കാരണം കുറേ മുമ്പേ ഞാനിങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു അത്. അപ്പോൾ അങ്ങനെ അത് ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പെയിൻറ്റ് അടിച്ചിട്ടൊന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ നെക്കിൻ്റെ സൈഡിലേക്ക് ചെറിയൊരു സാറ്റിൻ്റെ റിബണും കൂടെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള തന്നെ ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ ജൂട്ടിൻ്റെ ത്രെഡ് വെച്ച് നോക്കിയപ്പോൾ അത്ര ഒരു ഭംഗിയില്ലായിരുന്നു. അതാ പിന്നെ ഞാൻ ഓറഞ്ച് കളർ തന്നെ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചതും. വൈറ്റ് വെച്ച് നോക്കി, പിന്നെ അതുപോലെ റെഡ് കളർ ഒന്ന് വെച്ച് നോക്കിയപ്പോൾ അത്ര ഒരു ഭംഗിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ഓറഞ്ച് കളർ സാറ്റിൻ റിബണോട് വെച്ച് കൊടുത്തപ്പോൾ നമ്മളെ ബോട്ടിൽ നല്ലൊരു കളർഫുൾ തന്നെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി മാത്രം ഉപയോഗിച്ചിട്ട് നല്ലൊരു ബോട്ടിൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരു പംകിൻ്റെ സീഡ് വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ പോലെ തന്നെയുണ്ടല്ലേ. അപ്പോൾ ഇത് ഞാൻ പംകിൻ്റെ സീഡ് വെച്ചിട്ട് ഒരു വർഷം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോ ആണ്. ഒരു 445K ആയിട്ടുണ്ട് ഇത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു റെഡും ബ്ലാക്ക് കോമ്പിനേഷനൊക്കെ ആയിട്ട് ഈ ഒരു ബോട്ടിൽ ഞാനിങ്ങനെ എപ്പോഴും കാണുന്ന ഒരു ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരിക്കൽ ഇങ്ങനെ ആലോചിച്ചതാണ്, ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഇപ്പോൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാലും എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു. പിന്നെ പെയിൻറ്റ് അടിക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സെയിം കളറിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് പോലെ ചെയ്തെടുക്കാമെന്ന്. പിന്നെ വിചാരിച്ചു ഇപ്പോൾ അങ്ങനെ ആ ഒരു റെഡ് കളർ തന്നെ വേണ്ട, കളർ എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വേറെ പേൾ കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ അതിൽ നമ്മൾ വൂളൻ ത്രെഡ് ആയിരുന്നു യൂസ് ചെയ്തത്. ഇതിങ്ങനെ ജസ്റ്റ് ഒരു പെയിൻറ്റ് അടിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു കളർ കോമ്പിനേഷൻ ഞാനൊരു പരീക്ഷണമാണ് ചെയ്തത്. കാരണം എനിക്ക് പൊതുവേ റെഡ് കളറും യെല്ലോ കളറൊക്കെയാണ് ഫ്ലവേഴ്സിനൊക്കെ കൂടുതൽ ഇഷ്ടം. ഞാൻ ഇങ്ങനത്തെ കളേഴ്സൊന്നും ചൂസ് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എന്താണെന്നുള്ളത് അഭിപ്രായം ഒന്ന് എല്ലാവരും ഒന്ന് പറയണം കേട്ടോ. കാരണം ഞാൻ പൊതുവേ ചൂസ് ചെയ്യാത്ത കളേഴ്സാണ്. അപ്പോൾ എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് ഇഷ്ടമായിട്ടുണ്ടാവില്ലേ എന്നുള്ളത്. കാരണം ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിൽ, പിങ്ക്, അതുപോലെ ബ്ലൂ, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ എല്ലാം കൂടെ ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ എല്ലാവരും ഒന്ന് അഭിപ്രായം പറയാം. അല്ലെങ്കിൽ ഇതിന് ഏത് കളേഴ്സ് ആയിരിക്കും മാച്ച് ആവുക എന്നുള്ളതൊക്കെ ഒന്ന് എല്ലാവരും അഭിപ്രായം പറയാം കേട്ടോ. അതുപോലെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരികയും ചെയ്യണേ. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ എൻ്റെ വോയിസിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇങ്ങനെ മ്യൂസിക് കേൾക്കാം. അതിങ്ങനെ ഇലക്ഷൻ്റെ ആ ഒരു സൗണ്ട്, തൊട്ടടുത്താണ് പാർട്ടി ഓഫീസൊക്കെ ഉള്ളത്. ഭയങ്കര സൗണ്ടാണ് അവിടുന്ന്. ഞാനിങ്ങനെ കുറേ അത് കഴിയുമെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തു, പക്ഷേ കഴിയുന്നൊന്നുമില്ല കേട്ടോ. അതാണ് ഞാൻ പിന്നെ അങ്ങനെ തന്നെ വോയിസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഹായ് പറയാനുള്ളവരുടെ പേരൊന്ന് നോക്കാം. ആലിയ, ദുർഗ പ്രദീപ്, റിയ ഫാത്തിമ എ, റിദ ഫാത്തിമ, റുഫൈദ, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ടേ.
നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM പിന്നെ അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.